എല്ലാവരോടും രുദ്രാക്ഷം ധരിക്കണം എന്ന് പറഞ്ഞു വച്ചേക്കുന്നതിൽ നിന്ന് തന്നെ എന്തൊക്കെയൊക്കെയോ ധാരാളമായ ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിർബന്ധമായി രുദ്രാക്ഷം ധരിക്കണം എന്ന് പറഞ്ഞ് വച്ചിട്ടുണ്ട്. എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹാദേവൻ കാർത്തികേയ സ്വാമിക്ക് ഇതിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് വർണ്ണിച്ച് പറഞ്ഞു കൊടുത്തതായിട്ട് ദേവി ഭാഗവത്തിൽ കഥ. അതിൻ്റെ ഒടുവിൽ അദ്ദേഹം തന്നെ പറയുന്നു, ഇതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു തീർക്കാനായിട്ട് അനന്തന് പോലും സാധിക്കില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിമിതിയില്ല. എങ്കിലും നമുക്ക് മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ ഈ കാലത്തുള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു ആധ്യാത്മിക വസ്തു അല്ലെങ്കിൽ എന്തോ പവിത്രമായിട്ടുള്ള വസ്തു, പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തു ധരിക്കണോണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം തന്നെ സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവോ ആ സാധനത്തിന് സജസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയണത്. ഇവിടെയും ഇത് നമുക്ക് എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് ഉറപ്പ്.